നമസ്കാരം. ട്രംപിന്റെ ഭാര്യയെ ഉന്നം വെച്ച് ഇറാൻ സേന. മെലാനിയ ട്രംപിന് ഇറാന്റെ വക കുഴിമാടം. ഒരു വശത്ത് കുരുന്നുകളുടെ കൂട്ടക്കൊല, മറ്റൊരിടത്ത് കുട്ടികളുടെ അവകാശ ചർച്ച. ഇതാണ് ഇപ്പോൾ മെലാനിയ ട്രംപിന് നേരെ ഉണ്ടായിട്ടുള്ള വിമർശനമെന്ന് പറയുന്നത്. നിരപരാധികളായിട്ടുള്ള പെൺകുട്ടികൾക്കായിട്ടുള്ള ശവക്കുഴികളാണ് അവിടെ ഒരുങ്ങുന്നത്. 160 പെൺകുട്ടികളെ സംസ്കരിക്കുവാൻ തീർത്ത കുഴിമാടുകളുടെ ദൃശ്യങ്ങളടക്കം പുറത്തുവിട്ടുകൊണ്ട് ഇറാന്റെ വിദേശകാര്യമന്ത്രി രംഗത്തെത്തിയിരിക്കുന്നു. ഇറാനിൽ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം എന്ന് പറയപ്പെടുന്നത് ഏകദേശം 700 കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. കുട്ടികളടക്കമുള്ളവർ കൊല്ലപ്പെട്ടവരുടെ കൂട്ടത്തിലുണ്ട് എന്നുള്ളതാണ് പരമദയനീയമായിട്ടുള്ള കാര്യം. യുദ്ധത്തിന് ഇറങ്ങി തിരിച്ചതിന്റെ പേരിൽ ട്രംപിനെതിരെയും വിമർശനങ്ങൾ ശക്തമാണ്. ഇതിനിടയിൽ യുദ്ധഭൂമിയിലെ കുട്ടികളുടെ അവകാശങ്ങൾ ചർച്ച ചെയ്ത UN രക്ഷാസമിതിയിലെ യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് US പ്രഥമ വനിത മെലാനിയ ട്രംപ് പങ്കെടുത്തത് വിമർശനങ്ങൾക്ക് ഇടവച്ചു എന്നുള്ളതാണ്. അമേരിക്കൻ പിന്തുണയോടെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഇറാനിൽ 100 കണക്കിന് കുട്ടികൾ കൊല്ലപ്പെട്ടതിന് തൊട്ടു പിന്നാലെയാണ് ഇങ്ങനെ ഒരു യോഗം ചേർന്നത് എന്നത് വിമർശനം ഏറ്റുവാങ്ങി. സംഘർഷ ഭൂമിയിൽ അകപ്പെടുന്ന കുട്ടികളുടെ അവകാശങ്ങൾ ചർച്ച ചെയ്യുന്നതിനാണ് US രക്ഷാസമിതി പ്രത്യേക യോഗം ചേർന്നത്. സാധാരണ അധ്യക്ഷ പദവിയിലുള്ള രാജ്യങ്ങളുടെ UN അംബാസിഡറോ മുതിർന്ന ഉദ്യോഗസ്ഥരോ ആണ് ചർച്ച നയിക്കുക. പക്ഷേ ഇതാദ്യമായിട്ട് അമേരിക്ക പ്രഥമ വനിത മെലാനിയ ട്രംപിനെ അധ്യക്ഷയാക്കുകയായിരുന്നു. അമേരിക്കയുടെ മനസ്സ് യുദ്ധഭൂമിയിലെ കുഞ്ഞുങ്ങൾക്കൊപ്പമാണ് എന്ന് പറഞ്ഞ മെലാനിയ ട്രംപ് ഇറാൻ യുദ്ധത്തെക്കുറിച്ച് നേരിട്ട് പരാമർശിച്ചില്ല എന്നതാണ്. അപ്പൊ ഈ സമയത്ത് കുട്ടികളുടെ അവകാശങ്ങളെ കുറിച്ച് സംസാരിക്കുവാൻ അമേരിക്കൻ പ്രഥമ വനിതയെ അനുവദിച്ച രക്ഷാസമിതി നിലപാട് കാപട്യവും അവസരവാദവുമാണ് എന്ന് UN ഇറാൻ അംബാസഡർ വളരെ ശക്തമായിട്ട് വിമർശനങ്ങൾ ഉന്നയിക്കുകയും ചെയ്തു. ഇറാനിൽ അമേരിക്കൻ പിന്തുണയോടെ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഏകദേശം 150-ലേറെ സ്കൂൾ കുട്ടികളാണ് കൊല്ലപ്പെട്ടത്. ലോകത്താകെ 23.4 കോടി കുട്ടികൾ സംഘർഷങ്ങളുടെ ഭാഗമായിട്ട് വിദ്യാഭ്യാസവും മറ്റ് മനുഷ്യാവകാശങ്ങളും നിഷേധിക്കപ്പെടുന്നു എന്നാണ് UN കണക്കുകൂട്ടലുകൾ എന്ന് പറയപ്പെടുന്നത്. ഇവിടെ അതിനിടെയാണ് മിനാവിലെ സ്കൂളിന് നേർക്കുണ്ടായിട്ടുള്ള US ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട 160 പെൺകുട്ടികളെ സംസ്കരിക്കാൻ തീർത്ത കുഴിമാടങ്ങളുടെ ദൃശ്യം പുറത്തുവിട്ടുകൊണ്ട് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അർഗാച്ചി രംഗത്തെത്തിയത്. അവരുടെ ശരീരം ചിന്നിച്ചിതറിയിരുന്നു. ഇതാണ് ട്രംപ് ഇറാനിലുള്ളവരെ രക്ഷിക്കുകയാണ് എന്ന് പറഞ്ഞതിന്റെ യാഥാർത്ഥ്യം എന്ന് കുറിച്ചുകൊണ്ടാണ് അബ്ബാസ് ആ ചിത്രം എക്സിലൂടെ പുറത്തുവിട്ടിരിക്കുന്നത്. അപ്പൊ ഇറാനിലെ ആക്രമണത്തിന്റെയും മരണത്തിന്റെയും ഭീകരത വിളിച്ചോതുന്നതായിരുന്നു ആ ചിത്രം എന്ന് പറയപ്പെടുന്നത്. ഒരു പ്രൈമറി സ്കൂളിൽ US ഇസ്രായേൽ ബോംബാക്രമണത്തിൽ കൊല്ലപ്പെട്ട 160-ലധികം വരുന്ന നിരപരാധികളായിട്ടുള്ള പെൺകുട്ടികൾക്കായിട്ട് കുഴിക്കുന്ന ശവക്കുഴികൾ, അവരുടെ ശരീരങ്ങൾ എന്ന് പറയപ്പെടുന്ന ചിന്നിച്ചിതറി കിടക്കുന്നു. ട്രംപ് വാഗ്ദാനം ചെയ്ത രക്ഷ യഥാർത്ഥത്തിൽ ഇതാണ് എന്ന് പറയേണ്ടിയിരിക്കുന്ന സാഹചര്യത്തിൽ ഗാസ മുതൽ മിനാബ് വരെയുള്ള നിരപരാധികൾ ക്രൂരമായി കൊല ചെയ്യപ്പെടുന്നു എന്നാണ് അബ്ബാസ് അർഗാച്ചി എക്സിൽ കുറിച്ചു വെച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തെക്കൻ ഇറാനിലെ മിനാബ് നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രൈമറി സ്കൂളിന് നേരെ US ഇസ്രായേൽ ആക്രമണം ഉണ്ടാകുന്നു. ഇറാൻ പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം ആക്രമണ സമയത്ത് സ്കൂളിൽ നിറയെ കുട്ടികൾ ഉണ്ടായിരുന്നു. പുറത്തു വന്ന കണക്കുകൾ പ്രകാരം കുട്ടികൾ ഉൾപ്പെടെ ഏകദേശം 160ഓളം പേർ കൊല്ലപ്പെടുകയും കുറഞ്ഞത് 60 പേർക്കെങ്കിലും പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ ഈ കണക്കുകൾ ഇതുവരെ ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിച്ചിട്ടില്ല. ആക്രമിക്കപ്പെട്ട സ്കൂളിന്റെ ദൃശ്യങ്ങളും ഒപ്പം തന്നെ സമൂഹ മാധ്യമത്തിൽ വലിയ തോതിലൊക്കെ പ്രചരിക്കുന്നുണ്ട്. തകർന്ന കോൺക്രീറ്റിന്റെ സ്ലാബുകളിൽ നിന്ന് രക്ഷാപ്രവർത്തകർ കുട്ടികളെ പുറത്തെടുക്കുന്നതിന്റെയും ഒക്കെ ദൃശ്യങ്ങൾ രാജ്യാന്തര മാധ്യമങ്ങളടക്കം പുറത്തുവിടുകയുണ്ടായി. ഐക്യരാഷ്ട്രസഭയിൽ ഇറാൻ ആക്രമണത്തെ സിവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങൾക്കെതിരായിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള ആക്രമണമായിട്ട് വിശേഷിപ്പിക്കുകയും യുദ്ധക്കുറ്റവും ഒപ്പം തന്നെ മനുഷ്യരാശിക്കെതിരായുള്ള ക്രൂരമായിട്ടുള്ള ആക്രമണമാണ് എന്ന് ആരോപിക്കുകയും ചെയ്തു. സ്കൂൾ ലക്ഷ്യമിട്ടിരുന്നതായി അമേരിക്കയോ ഇസ്രായേലോ പരസ്യമായി സ്ഥിരീകരിച്ചിട്ടില്ല. സിവിലിയൻ നാശനഷ്ടങ്ങൾ സംബന്ധിച്ച റിപ്പോർട്ടുകളെ കുറിച്ച് അറിയാമെന്നും വിഷയം പരിശോധിക്കുകയാണ് എന്നുമാണ് US സെൻട്രൽ കമാൻഡ് പ്രസ്താവനയിൽ അറിയിച്ചത് എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഒരേ സമയം കുട്ടികൾക്ക് വേണ്ടി വാദിക്കുകയും അതേസമയം തന്നെ ഇറാനിലെ കുട്ടികളെ വധിക്കുകയും ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടും ട്രംപിന്റെ ഭാര്യ എന്തിനാണ് അധ്യക്ഷ പദവി അലങ്കരിച്ച് ഇത്തരത്തിലൊരു സ്ഥിതിവിശേഷം ഉണ്ടാക്കിയത് എന്നുള്ള ചോദ്യം വലിയ വിമർശനത്തിനിടയാക്കി. ട്രംപിനെ പോലുള്ളവർ അല്ലെങ്കിൽ ട്രംപിന്റെ ഭാര്യയെ പോലുള്ളവരെ ഉന്നം വയ്ക്കാതെ പിന്നെ ഇറാൻ സേന എങ്ങോട്ടാണ് പോവുക എന്നല്ല ആലോചിച്ച് നോക്കുക. ഇറാന്റെ പരമോന്നത നേതാവുള്ള ആയത്തുള്ള അലി ഖമേനിയെ ഒരു മുന്നറിയിപ്പും കൂടാതെ യുദ്ധത്തിൽ കൊന്നതിന് ശേഷവും വീണ്ടും ഇസ്രായേലും അമേരിക്കയും തീർത്തു പറയുകയാണ് ഇറാന്റെ സമ്പൂർണ്ണമായിട്ടുള്ള പതനത്തിന് ശേഷം മാത്രമേ യുദ്ധം അവസാനിക്കൂ എന്ന് പറയപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും ആരാണെങ്കിലും തിരിച്ചടിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ലല്ലോ. അതുകൊണ്ട് തന്നെയാണ് ഇറാൻ തിരിച്ചടിക്കുന്നതും. ഇപ്പോൾ ആ തിരിച്ചടിയുടെ ഫലമായിട്ട് നിൽക്കുന്നതാണ് ട്രംപിന്റെ ഭാര്യ അടക്കം ഉന്നം വെച്ച് ഇറാൻ സേന മുന്നോട്ട് പോകുന്നത്. മെലാനിയ ട്രംപിന് ഇറാന്റെ വക കുഴിമാടമൊരുക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയുള്ള യാത്രയാണ് അത് എന്ന് പറയേണ്ടിയിരിക്കുന്നു.